ആദ്യത്തെ നമ്മുടെ കാഴ്ച തിരുവനന്തപുരത്തെ മൃഗശാലയാണ്. മൃഗശാലയ്ക്കുള്ളിൽ കയറുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഓടിക്കയറിയത് ഇവിടുത്തെ ക്യാൻറ്റീനിലായിരുന്നു. ഒരു മസാല ദോശയും ഒരു ചായയും. വില വന്നിട്ട് 60 രൂപ. കുഴപ്പമില്ല, കഴിക്കാൻ പറ്റിയ നല്ലൊരു ഭക്ഷണമായിരുന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് വിട്ടു. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ വലിയ തിരക്കൊന്നും ഇവിടെ കാണാനില്ല. അങ്ങനെ ടിക്കറ്റ് കിട്ടി. ആളൊന്നിന് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ്. പിന്നെ 5 മുതൽ 12 വയസ്സിലുള്ള പിള്ളേർക്ക് 10 രൂപ നിരക്കിലും കിട്ടും. ഇവിടെ ഒരു ക്ലോക്ക് റൂമുണ്ട്. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ വയ്ക്കാം. പിന്നെ ഫീഡും ചെയ്യുന്ന അമ്മമാരുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ 2 ചെക്കിങ് എല്ലാം കഴിഞ്ഞു നമ്മൾ മൃഗശാലയ്ക്കുള്ളിൽ പ്രവേശിക്കുകയാണ്. അങ്ങനെ അവിടെ ഒരു വാണിംഗ് ബോർഡുണ്ട്. അതെല്ലാം നോക്കി ഇതൊന്ന് മനസ്സിലാക്കണം. ആ നിയമമെല്ലാം പാലിക്കേണ്ടതാണ്. നമ്മളങ്ങനെ ആദ്യം കയറി ചെല്ലുമ്പോൾ നമ്മളെ ആദ്യം വരവേൽക്കുന്ന മൃഗമാണ് കാട്ടുപോത്ത്. നമ്മുടെ സൗത്ത് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു മൃഗമാണ് കാട്ടുപോത്ത്. നമ്മുടെ ഗോവ, ബീഹാർ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന മൃഗം കൂടിയാണ് നമ്മുടെ ഈ കാട്ടുപോത്ത്. സിംഹവാലൻ കുരങ്ങ്. PSC ഉദ്യോഗാർത്ഥികൾ ഒരിക്കലും മറക്കില്ല നമ്മുടെ സിംഹവാലൻ കുരങ്ങനെയും പിന്നെ സൈലൻ്റ് വാലിയും. 1857 ഈ മൃഗശാല ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. തിരുവനന്തപുരം സിറ്റിയുടെ മധ്യഭാഗത്തായിട്ടാണ്. നമ്മുടെ 55 ഏക്കറിലോളം ഈ മൃഗശാല വ്യാപിച്ചു കിടപ്പുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാടിനുള്ളിൽ കയറിയ ഒരു ഫീലിംഗാണ് നമുക്ക് ഈ മൃഗശാലയ്ക്കുള്ളിൽ കയറി കിട്ടുന്നത്. അത്രമേൽ മരം, നമ്മൾ കണ്ടതും നമ്മൾ കണ്ടിട്ടില്ലാത്തതും ഇഷ്ടം പോലെ മരങ്ങൾ. ഇതെൻ്റെ ഫ്രണ്ടാണ് അഭിജിത്ത്. പള്ളിച്ചിലാണ് വീട്. പക്ഷികളെ പാർപ്പിച്ചിരിക്കുന്ന ഈ കൂടുകൾക്ക് വർഷങ്ങളോളം പഴക്കമുണ്ട്. ഇപ്പോഴും അങ്ങനെ ചേഞ്ച് ഒന്നും ഇവിടെ വരുത്തിയിട്ടില്ല. അതാണ് ഇവിടെ കാണുന്ന ഒരു നെഗറ്റീവ്. കൂമൻ എന്ന് പറയുന്നത് മീൻ മുതല. ഇത് വലിയ സംഭവമാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, ഞാൻ എപ്പോൾ വന്നാലും ഈ സംഭവത്തോടെ കാണാൻ പറ്റില്ല. ആശാൻ എപ്പോഴും വെള്ളത്തിനടിയിലായിരിക്കും. ഇന്നങ്ങനെ ഒരു ദർശനം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ആശാൻ കരയിലെത്തിയിട്ടുണ്ട്. ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു കാണാൻ കിട്ടുന്ന ഒരു ഒരു ഭാഗ്യം എന്നേ പറയാനുള്ളൂ. ജലത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന പക്ഷികളാണ് നമ്മുടെ ദേശാടന പക്ഷികൾ ഉൾപ്പെടെയുള്ള. അതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളെല്ലാം ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. പന്നിക്കരടി അല്ലെങ്കിൽ തേൻകരടി. ഈ കൂട്ടിൽ 2 ഉള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഒന്നേ കാണാനുള്ളൂ. ഒന്ന് വിശ്രമത്തിലായിരിക്കാം.
എന്തായാലും ഈ ആശാൻ അല്പം പണിപ്പുരയിലാണ്. എന്തായാലും സിംഹരാജനെ കാണാൻ വന്നതായിരുന്നു. അപ്പോഴേക്കും പുള്ളിയ വൈഫും വേറെ ലോകത്താണ്. ആശാൻ അങ്ങനെ ഇത്തിരി വെള്ളത്തിൽ ഇവനാണ് നമ്മൾ ഇന്നത്തെ അതിഥി. ഏകദേശം 15 മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്തു ഇവനൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. കാരണം ഇവൻ എപ്പോഴും വെള്ളത്തിനടിയിലാണ്. ഒന്ന് കയറാൻ വേണ്ടി ഞാൻ കുറേ നേരം കാത്തിരുന്നാണ് ആശയം കയറിയത്. ഒരു കാലത്ത് ആനയെ ഇവിടെയായിരുന്നു കെട്ടിയിരുന്നത്. ഇപ്പോഴൊന്നും ആനയില്ല. കാരണം കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിൽ പോയാലും നമുക്ക് ആനയെ കാണാൻ സാധിക്കും. ജിറാഫ്, സീബ്ര ഇവയെല്ലാം മുൻപുണ്ടായിരുന്നു. ഇപ്പോഴൊന്നുമില്ല. മുൻപെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുൻപ്. അഭിജിത്ത് ഇപ്പോഴും തിരക്കിലാണ്. കാരണം പുള്ളിക്ക് ഇടയ്ക്ക് കോൾ വന്നുകൊണ്ടിരിക്കുക. പുള്ളി ഇന്ന് ജോലി കയറിയില്ല. അതാ കാരണം. ഇവൻ എപ്പോൾ കണ്ടാലും നമുക്ക് ഒറ്റ കാര്യമേ മനസ്സിൽ വരും. വേറൊന്നുമല്ല, ബാഹുബലി. ഇനി വീഡിയോ പിടിച്ചതിൻ്റെ പ്രതിഷേധമാണോ ഇപ്പോൾ പുള്ളി കാണിക്കുന്നത്? എന്തായാലും നടന്ന് ക്ഷീണിച്ച് പോകുന്നവർക്ക് അവിടെ ഒരു കോഫി ഷോപ്പുണ്ട്. അവിടെ പോയി നമുക്ക് കോഫിയോ ചായയോ പിന്നെ മറ്റേ സ്നാക്സ് എന്ത് വേണമെങ്കിൽ കഴിച്ച് ഇവിടെ വിശ്രമിച്ചിട്ട് നമുക്ക് പോവാം. അതിനുള്ള സൗകര്യം എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാവരും ഉച്ചഭക്ഷണം കഴിച്ച് വിശ്രമത്തിലാണെന്ന് തോന്നുന്നു. ആർക്കും ഒരു ഉഷാറില്ല. ഒന്ന് ഉറങ്ങിയാൽ കൊള്ളാം എന്ന മട്ടിലാണ് ഓരോ മൃഗങ്ങളുള്ളത്. ഇവിടെ ഒരാൾ തിന്നിട്ട് എല്ലിൻ്റെ ഇട കയറിയാണെന്ന് തോന്നുന്നു. ലയണിന് കൊടുത്ത പോലെ തന്നെ ഒരു ഓപ്പൺ കൂടാണ് അത് ടൈഗറിനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ഓപ്പൺ കൂടാണ് ശരിക്കും ആവശ്യം. ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുന്ന മറ്റു മൃഗങ്ങൾക്കും ഇതുപോലെ ഓപ്പൺ കൂടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.
ബട്ടർഫ്ലൈ പാർക്ക് 2021 ഇത് ഓപ്പൺ ചെയ്തത്. പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. സ്നേക്ക് പാർക്ക്. ഇവിടെ ക്യാമറയൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓടിച്ചാണ് ഈ വീഡിയോ പെട്ടെന്ന് എടുക്കുന്നത്. എല്ലാ തരം പാമ്പും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രധാനപ്പെട്ട ചില പാമ്പുകൾ മാത്രം ഷൂട്ട് ചെയ്യുന്നു. അവരുടേതായ സ്വകാര്യ നിമിഷം. അത് എഡിറ്റിംഗ് ആണല്ലേ സിനിമയെ കാണിക്കുന്നത്. അങ്ങനെ 2.5 മണിക്കൂറുണ്ട് ഈ മൃഗശാല മുഴുവനും ചുറ്റിയടിച്ചു. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.